ഗോസിയൻ എലിമിനേഷൻ. ഗോസിയൻ എലിമിനേഷൻ എന്നാൽ നമ്മൾ ഗോസ് ജോർദാൻ മെത്തേഡ് പഠിച്ചു. എന്തായിരുന്നു ഗോസ് ജോർദാൻ മെത്തേഡ്? ഗോസ് ജോർദാൻ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷനെ റോ റെഡ്യൂസ്ഡ് കാനോണിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഗോസ് ജോർദാൻ മെത്തേഡ് ആണെങ്കിൽ ഒരു മെട്രിക്സിനെ അതിന്റെ കറസ്പോണ്ടിങ് റോ റെഡ്യൂസ്ഡ് ഫോമിൽ കൺവേർട്ട് ചെയ്യും. നേരെ മറിച്ച് ഒരു മെട്രിക്സിനെ നമ്മൾ റോ എക്കലോൺ ഫോമിക്ക്, ഇത് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിക്ക് ആണെങ്കിൽ ഗോസ് ജോർദാന്, നേരെ മറിച്ച് റോ എക്കലോൺ ഫോമിക്കാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗോസിയൻ എലിമിനേഷൻ. അഥവാ ഒരു മെട്രിക്സിനെ റോ എക്കലോൺ ഫോമിക്ക് മാത്രമേ കൺവേർട്ട് ചെയ്യുന്നുള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഗോസിയൻ എലിമിനേഷൻ. നേരെ മറിച്ച് റോ റെഡ്യൂസ്ഡ് ഫോർമാറ്റിക്ക് മാറ്റിയാൽ അതിനെ വിളിക്കുന്ന പേര് ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡ്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഗോസിയൻ എലിമിനേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത് നോക്കാം. ഒരു ചോദ്യം നോക്കൂ. -2x3 + 7x5 = 12, 2x1 + 4x2 - 10x3 + 6x4 + 12x5 = 28, 2x1 + 4x2 - 5x3 + 6x4 - 5x5 = -1. Last one, 4x1 + 8x2 - 20x3 + 12x4 + 24x5 = 56. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്തായിരിക്കും വരിക? 0 0 -2, കാരണം x1 ഉം x2 ഇവിടെ 0 ആണ്. -2 0 7 12, ഇത് ഈ 12. നെക്സ്റ്റ് 2 4 -10 6 12 28, 2 4 -5 6 -5 -1, 4 8 -20 12 24 56. ഇതാണ് കറസ്പോണ്ടിങ് ഓഗ്മെന്റഡ് മെട്രിക്സ് ഉണ്ടാവുക. ഇവിടെ മുതൽ ഇവിടം വരെ നമ്മൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡും ഈ ഒരു ഭാഗം സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ റൈറ്റ് സൈഡും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെ 1 ആക്കണം, അഥവാ ഈ ആളെ 1 ആക്കണം. ഇയാളെ 1 ആക്കുമ്പോൾ കുഴപ്പം എന്താ ചോദിച്ചാൽ അതിന്റെ താഴെ ഇടത് ഭാഗത്ത് 0 അല്ലാത്ത എലമെന്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഉണ്ടാവാൻ ചാൻസ് അല്ല, ഉണ്ടാവും എന്ന് ഉറപ്പാണ്. ഇത് 1 ആക്കിയാലും ഇവിടേക്ക് നോൺ സീറോ എലമെന്റ്സ് ഉണ്ട്. ആയതുകൊണ്ട് ഇതിനെ 1 ആക്കാൻ പാടില്ല. ഈ റോനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പൊ നമുക്ക് തൽക്കാലം ഈ റോ ഇങ്ങോട്ടും ഈ റോ അങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ ഇന്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം R1 and R2 ആർ ഇന്റർചേഞ്ച്ഡ്. നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കുക എന്താ ചോദിച്ചാൽ നോക്കൂ, R1 ഉം R2 ആണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 4 -10 6 12 28 0 0 -2 0 7 12 and 2 4 -5 6 -5 -1 4 നെഗറ്റീവ് ഇല്ലട്ടോ, അവിടെ നെഗറ്റീവ് എന്ന് വിചാരിക്കരുത്. 4 8 -20 12 24 56. അപ്പൊ അങ്ങനെ നമ്മൾ റോ ഇന്റർചേഞ്ച് ചെയ്തു. ആ റോ ഇന്റർചേഞ്ച് ചെയ്തതിന് എന്തിനു വേണ്ടിയിട്ടാ? ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ആ 1 എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. ഇത് നമ്മൾ ഈ 2നെ 1 ആക്കാൻ പോവാണ്. 1 ആക്കണമെങ്കിൽ ഇക്വേഷൻ എന്താ? R1 in place R1/2 എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ഇക്വേഷൻ അപ്ലൈ ചെയ്തപ്പോൾ സംഭവിക്കുക എന്താ അറിയോ? ഒന്നാമത്തെ റോനെ ടോട്ടലി 1 ഡിവൈഡ് ചെയ്യും, 2 ഡിവൈഡ് ചെയ്യും. Therefore 1 2 -5 3 6 14. ബാക്കി ഒരു റോക്കും കുഴപ്പമില്ല. 0 0 -2 0 7 12 2 4 -5 6 -5 -1 4 8 -20 12
24, 56. നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ തൊട്ട് മുമ്പത്തെ വീഡിയോ 4th വീഡിയോ നന്നായി പഠിക്കണം. കാരണം 4th വീഡിയോയിൽ ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡും ഈ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. ഇതുവരെ ഗോസ് ജോർദാനും ഗോസ് എലിമിനേഷൻ തമ്മിൽ കാര്യമായ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൽ താഴെയുള്ള ഈ 1 ആക്കിയ എലമെന്റ് താഴെയുള്ള ആൾക്കാരൊക്കെ 0 ആക്കണം. അപ്പൊ ഈ R2 ഓൾറെഡി 0 ആണ്. ഇനി R2 നെ പറ്റി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് R3 0 ആക്കാം. R3 0 ആക്കണം, R4 0 ആക്കണം. R3 implies R3 minus R4 minus. എന്താ R3 minus? ആരെയാണ് 2 നാണ് 0 ആക്കേണ്ടത്. Therefore 2R1. ഈ R1 എവിടെ നിന്ന് കിട്ടി? അതിനെ നമ്മൾ 1 ആക്കിയത്. R4 implies R4 minus 4R1. ആ രണ്ട് സ്റ്റെപ്പും എഴുതി വെച്ചപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുക ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ കിട്ടുക ആൻസർ ഈസ് R1 ചേഞ്ച് ഇല്ല. അപ്പൊ R1 എഴുതി വെക്കാം. 1, 2, minus 5, 3, 6, 14. R2 നും കുഴപ്പമില്ല. കാരണം R3ക്കും R4 ചേഞ്ച് ഉള്ളത്. 0, 0, minus 2, 0, 7, 12. ഇനി R3 implies R3 minus 2R1. ഈ റോയിൽ നിന്ന് 2 പ്രാവശ്യം R1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 0, 0, 5, 0, minus 17, minus 29, and last one 0, 0, 0, 0, 0, 0. ഭാഗ്യവശാൽ ഈ ടോട്ടൽ 0 വരുന്ന ആ റോ ഏറ്റവും താഴ്ഭാഗത്ത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പൊ ഇവിടെയാണ് മൊത്തം 0 വന്നെങ്കിൽ, ഈ രണ്ടാമത്തെ റോയാണ് മുഴുവനായിട്ടും 0 വന്നെങ്കിൽ R2 അത് ഇന്റർചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പൊ നിലവിൽ ഒരു കുഴപ്പമില്ല, ഇതിനാണ് 0 വന്നിട്ടുള്ളത്. ഇനി അടുത്ത റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് 1 ആക്കണം. 1 ആക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? അതിന് താഴെ ഇടത് ഭാഗത്ത് നോൺ സീറോ എലിമെന്റ്സ് ഉണ്ടാവരുത്. ഈ -2ന്റെ താഴെ ഇടത് ഭാഗത്ത് ഇവിടെ നോൺ സീറോ എലിമെന്റ്സ് ഒന്നുമില്ല. ഒരു കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. നമുക്ക് ഇതിനെ 1 ആക്കണം. ആ 1 ആക്കുക എന്ന് പറഞ്ഞ അർത്ഥം R2 implies R2 by -2 എന്നുള്ള സ്റ്റെപ്പ് ഉപയോഗിച്ചു. ആ സ്റ്റെപ്പ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുക എന്താ? R1 കുഴപ്പമില്ല. 1, 2, minus 5, 3, 6, 14, 0, 0, 1, 0, minus 7 by 2, minus 6, third row കുഴപ്പമില്ല. 0, 0, 5, 0, minus 17, minus 29, and last row 0, 0, 0, 0, 0. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 1ന്റെ ഇനിയാണ് ഗോസ് ജോർദാനും ഗോസ് എലിമിനേഷനും തമ്മിലുള്ള വ്യത്യാസം ഫീൽ ചെയ്യാൻ പോവുക. ഇനി ഈ 1ന്റെ താഴെയുള്ള ആൾക്കാരൊക്കെ 0 ആക്കണം. ഈ 1ന്റെ താഴെയുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ 0 ആക്കാൻ ആകെ ഒരാളും കൂടി ഉള്ളൂ, ഈ 5 മാത്രം. അപ്പൊ ആ സ്റ്റെപ്പ് R3 implies R3 minus ആരെയാണ് 0 ആക്കുന്നത്? 5നെ. 5 ഏത് വെച്ചിട്ടാ? രണ്ടാമത്തെ റോയെ 1 ആക്കിയിട്ടുള്ളത്. R2 വെച്ചിട്ടുള്ളത്. R3 implies R3 minus 5R2. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ R4 മാറ്റണ്ട? കാരണം R4 ഓൾറെഡി 0 തന്നെയാണ്. അതേപോലെ ഈ മുകളിലത്തെ എലമെന്റ് മാറ്റണ്ട. എന്താ കാരണം? മുകളിലത്തെ എലമെന്റ് മാറ്റണ്ട എന്ന് പറയാൻ കാരണം ഈ 1 അല്ലാത്ത ഇയാളെ 0 ആക്കണം, ഇയാളെ 0 ആക്കണ്ട. നോക്ക്, നമ്മളിപ്പോ നിലവിൽ ചെയ്തത് എന്താ അറിയോ? അങ്ങനെ ഇത് 1 ആക്കി, ഇനി 1 ആക്കിയിട്ട് ഇയാളെ 0 ആക്കണം. ഓക്കെ, ഇയാൾ ഓൾറെഡി 0 ആണ്. അപ്പൊ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇയാളെ 0 ആക്കേണ്ട ആവശ്യമില്ല. ഏതാളെ? ഇയാളുണ്ടല്ലോ, ഇയാളെ 0 ആക്കേണ്ട ആവശ്യമില്ല. എന്തേ കാരണം? അത് കാരണം ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡ് ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു കോളത്തിൽ 1 വന്നാൽ ആ 1 അല്ലാത്ത ബാക്കി എല്ലാ എലിമെന്റും 0 ആക്കണം. പക്ഷെ ഗോസ് എലിമിനേഷൻ ആകുമ്പോൾ ഇവിടെ 1 വന്നാൽ അതിന്റെ താഴെയുള്ള ആൾക്കാരൊക്കെ 0 ആയാൽ മതി. അപ്പൊ ആയതുകൊണ്ട് ഇയാളെയും 0 ആക്കിയാൽ മതി. Therefore R3 implies R3 minus 5R2. R4 സ്റ്റെപ്പ് വേണ്ട, കാരണം R4 ഓൾറെഡി 0 തന്നെയാണ്. അപ്പൊ R3 implies R3 minus 5R2 എന്നുള്ള സ്റ്റെപ്പ് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ? R1 കുഴപ്പമില്ല. 1, 2, minus 5, 3, 6, 14. അതേപോലെ R2 കുഴപ്പമില്ല. R2 പറഞ്ഞാരാ? 0, 0, 1, 0, minus 7 by 2, minus 6. അതേപോലെ ആർക്ക് കുഴപ്പമില്ല? R4 കുഴപ്പമില്ല. R4 ആരാ? 0, 0, 0, 0, 0, 0. ആർക്കാണ് കുഴപ്പമുള്ളൂ? R3 കുഴപ്പമുണ്ട്. R3 implies R3 minus 5R2. അങ്ങനെ പറയുമ്പോൾ ചെയ്ത് നോക്കിയാൽ മതി. 0, 0, 0, 0. ഇവിടെ കിട്ടുക 1 by 2 and 1 എന്ന് കിട്ടും.
ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെ 1 ആക്കുകയാണ് വേണ്ടത്. 1 ആക്കുക എന്ന് പറഞ്ഞാൽ ഈ എലമെന്റിനെ നമ്മൾ 1 ആക്കണം. ആ 1 ആക്കുമ്പോൾ 1/2 ഡിവൈഡ് ചെയ്യേണ്ടി വരും, അഥവാ 2 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. R3 implies R3 into 2. 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുക എന്താ? 1 2 minus 5 3 6 14 0 0. ഇവിടെ ഒന്നും ചേഞ്ച് ഇല്ലേ, കാരണം R3ക്ക് ചേഞ്ച് ഉള്ളൂ. -7/2 -6 0 0 0 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 സോറി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1 അല്ലേ കിട്ടുക? എന്താ ആരും പറയരുത്. 1 2 ഇവിടെ ചേഞ്ച് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടിയറിയോ? ഇവിടെ കിട്ടിയത് ഇപ്പൊ നോക്കൂ, ഈ ഇക്വേഷന്റെ കറസ്പോണ്ടിങ്, ഈ മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എന്തായിരിക്കും വരിക? ഇനി ഒന്നും ചെയ്യാൻ അവിടെ ബാക്കിയില്ല. ഈ മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എന്തായിരിക്കും വരിക? അതിന്റെ ഇക്വേഷൻ വരിക എന്താണെന്ന് ചോദിച്ചാൽ നോക്കട്ടോ, x1 plus 2x2 minus 5x3 plus 3x4 plus 6x5 equal to 14. രണ്ടാമത്തെ ഇക്വേഷൻ 0x1 plus 0x2 plus x3 minus 7/2x5 equal to -6. തേർഡ് ഇക്വേഷന് കിട്ടുക x5 equal to 2, 1x5 equal to. അങ്ങനെ 3 ഇക്വേഷനെ കിട്ടിയിട്ടുണ്ടാവുക അല്ലെ? ഇനി അടുത്ത് നോക്ക്, ഇത് അല്ല, അതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ? ആ കാര്യം വിട്ടുപോയി. ഇവിടെ ഈ മെട്രിക്സ് കണ്ടോ, ഇതിലെ ഒന്നാമത്തെ ഭാഗം, ആ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഈ ഒരു ഭാഗത്ത് എത്ര നോൺ സീറോ റോ ഉണ്ട്? 1 2 3 നോൺ സീറോ റോ ഉണ്ട്. Therefore റോ ഓഫ് എ എന്ന് പറഞ്ഞാൽ 3 ആണ്. എന്താ റോ ഓഫ് എ ബി? റോ ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ഓഗ്മെന്റഡ് മെട്രിക്സ്, ഈ ബിയും കൂടി ചേർത്തിട്ടുള്ള 1 2 3, അവിടെയും 3 തന്നെ കിട്ടുന്നത്. 3 നോൺ സീറോ ഉണ്ട്. അപ്പൊ റോ ഓഫ് എ ബി is equal to റോ ഓഫ് എ ആണ്. Therefore സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് മാത്രമല്ല, എന്താണ്? അപ്പോൾ R is equal to 3 എന്ന് കിട്ടി. ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? 5 വേരിയബിൾ ഉണ്ട്. Therefore n minus r equal 3. 3 വേരിയബിളിന് ആർബിട്രറി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ ഞങ്ങൾ മനസ്സിലുണ്ടാവണം n minus r equal to n minus r ആണെങ്കിൽ 3 ആവുക. n minus r is equal to 2 വേരിയബിളിന് ആർബിട്രറി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മനസ്സിലുണ്ടാവണേ. ആ 2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി x5 equal to 2 എന്ന് നമുക്കറിയാം. ഇനി ഇവിടുന്ന് നമുക്കൊരു ഇക്വേഷൻ അറിയാലോ. ഇവിടുന്ന് x5 നമുക്ക് അറിയാവുന്നത് കൊണ്ട് x3 എന്തായാലും കിട്ടും. എന്താ x3 എന്ന് പറഞ്ഞാൽ? x3 എന്ന് പറഞ്ഞാൽ -6 plus 7/2 x5 അല്ലേ? ഇവിടെ അങ്ങനെ ഇക്വേഷൻ ഉണ്ടായിക്കൂടെ? that is equal to -6 plus 7/2 into 2. വെട്ടി പോകുമ്പോൾ that is equal to 1. Therefore x3 equal to 1 എന്ന് കിട്ടിയില്ലേ? x5 2 കിട്ടി, x3 equal to 1 കിട്ടി. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം കേട്ടോ, 2 വേരിയബിളിന് ആർബിട്രറി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ x3 കൊടുക്കണ്ട, x5ന് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും അറിയാം? x2നും x3ക്കും ചിലപ്പോൾ കൊടുക്കണ്ടാവും, അല്ലെങ്കിൽ x3ക്കും x4നും കൊടുക്കണ്ടാവും. എന്ത് വേണമെങ്കിലും കൊടുക്കാന്നല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇവിടെ x5ന് കൃത്യമായ ആൻസർ ഉണ്ട്, x3ക്കും കൃത്യമായ ആൻസർ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ 2 വാല്യൂ കൊടുക്കണ്ട. എങ്ങനെ x3ക്ക് ഉണ്ട്, x5 ഉണ്ട് ഇവിടുന്ന് ക്ലിയർ ആണ്. പക്ഷെ x3ക്ക് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കി? ഇവിടെ x3 ഉണ്ട്, ഇവിടെ x5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടുമല്ലോ, അങ്ങനെ മനസ്സിലാക്കി. അപ്പൊ x2ന് നമുക്ക് എന്തെങ്കിലും വേരിയബിൾ, x2 നമുക്ക് r എന്ന് പേര് കൊടുക്കാം, x3ക്ക് നമുക്ക് s എന്ന് പേര് കൊടുക്കാം. അങ്ങനെ അപ്പൊ x3 ആയി, x2 ആയി, x3 ആയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ x1 എന്തായിരിക്കും വരിക? x1 എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ 14 minus 2x2 14 minus x1 minus 2x2 plus 5x3 minus 3x4 minus 6x5 എന്ന് കിട്ടും. That is equal to 14 minus 14 minus നമുക്ക് കിട്ടുക, അല്ല ഇവിടെ x1 കിട്ടാൻ എന്തൊരു വിഡ്ഢിത്തരാണ് കാണിച്ചു വെച്ച്. നമുക്ക് x1 കാണാൻ എന്ത് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്? 14 minus 2x2 plus 5x3 minus 3x4 minus 6x5. അപ്പോൾ therefore x1 equal to -4 minus 2r plus 5s
minus 3 into x4 നമുക്ക് കിട്ടിയിട്ടുണ്ടോ? x5 2 കിട്ടി, x3 equal to 1 കിട്ടി, x2 6, x4 ആണ് s കൊടുക്കേണ്ടത്, കാരണം x3 ക്ക് ഉത്തരം കിട്ടിയല്ലോ, x4 ആണ് s കേട്ടോ. അതൊക്കെ നിങ്ങൾ അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു. 3 into x4, x4 എന്ന് പറഞ്ഞാൽ 3s. അപ്പൊ ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ടാവും അല്ലേ? ഒന്നും കൂടി മാറ്റം വരുത്താം. അപ്പോ x1 equal to 14 minus 2x2 plus 5x3 minus 3x4 minus 6x5. അപ്പോ x1 equal to 14 minus 2r plus 5 into x3 എന്ന് പറഞ്ഞാൽ 1 minus 3 into x4 3s minus 6 into x5 എന്ന് പറയുമ്പോൾ x5 2. That is x1 equal to, ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 7 minus 2r minus 3s എന്ന് കിട്ടി. ഇതെല്ലാം കൂടി ചേർത്ത് എഴുതി വെച്ചാൽ നമുക്ക് സൊല്യൂഷൻ ആയി. Therefore the solution is x1 എന്ന് പറഞ്ഞാൽ ആരാണ്? 7 minus 2r minus 3s, x2 എന്ന് പറഞ്ഞാൽ 6, x3 എന്ന് പറഞ്ഞാൽ 1, x4 എന്ന് പറഞ്ഞാൽ s ആൻഡ് x5 എന്ന് പറഞ്ഞാൽ എത്ര x5 ഉണ്ടായിരുന്നു? x5 എന്ന് പറഞ്ഞാൽ 2. Therefore അങ്ങനെ എഴുതി വെക്കാം, അല്ലെങ്കിൽ സൊല്യൂഷൻ ഇങ്ങനെ എഴുതി വെക്കാം, 7 minus 2r minus 3s r, 1, s, 2. This is the final answer. ഇതേ ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവുക, അറിയോ? ജോർദാൻ എലിമിനേഷൻ മെത്തേഡിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇവിടെ ഈ ഒരു മെത്തേഡ് കണ്ടില്ലേ? ഈ ഒരു മെത്തേഡ് നമ്മൾ ഇങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ഫൈനൽ ആൻസർ ഇവിടേക്ക് എത്തിക്കുന്ന ആ ഒരു മെത്തേഡ്, ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പേര് ഓർത്തു വെച്ചാൽ മതി, ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ.